ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്രാടപ്പാച്ചിൽ തകൃതി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിപണികളിൽ വൻ തിരക്ക്. ഉത്രാടത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. മദ്രസകളുടെയും മഹല്ലുകളുടെയും നേതൃത്വത്തിൽ നാടെങ്ങും മിലാദ് ഘോഷയാത്രകൾ നടന്നു. തൃശൂർ വിയൂരിൽ കിണറിടിഞ്ഞ സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. ഫ്ളാറ്റിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ പലചരക്ക് കടയിൽ മോഷണം. പണവും പലചരക്ക് പച്ചക്കറി സാധനങ്ങളും നഷ്ടപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്രാടമെത്തിയതോടെ ഓണത്തിന്റെ ആവേശം ഉച്ചസ്ഥായിയിലായി. ഓണസദ്യയ്ക്കും ആഘോഷങ്ങൾക്കുമുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി നാടും നഗരവും ഒരുപോലെ ഓട്ടപ്പാച്ചിലാണ്. നേരത്തെ വാങ്ങാൻ കഴിയാതെ പോയ സാധനങ്ങൾ അവസാനമായി വാങ്ങുന്നതിനായി ആളുകൾ വീടുകളിൽ നിന്ന് വിപണിയിലേക്കെത്തുന്നു. പച്ചക്കറികൾ, പഴങ്ങൾ, പൂക്കൾ, പലവ്യഞ്ജനങ്ങൾ, വാഴയില, കായോപ്പേരി തുടങ്ങിയ സദ്യവട്ടങ്ങൾ വാങ്ങാൻ കടകളിലും ചന്തകളിലും വൻ തിരക്കാണ്. കാലം എത്ര മാറിയാലും ഉത്രാടപ്പാച്ചിലിന് ഒരു മാറ്റവുമില്ല. ഗ്രാമീണ ചന്തകൾ മുതൽ നഗരത്തിലെ മാളുകളും വ്യാപാര കേന്ദ്രങ്ങളും ഉപഭോക്താക്കളെ കൊണ്ട് നിറഞ്ഞു. ഓണക്കോടി വാങ്ങാനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകാനുള്ള ഓണസമ്മാനങ്ങൾക്കായും ആളുകൾ ഈ ദിവസം സമയം കണ്ടെത്തുന്നു. പൂക്കൾക്കും ഉത്രാടച്ചന്തയിൽ വലിയ ആവശ്യമാണ്. മനോഹരമായ പൂക്കളം ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളും ഉത്രാടം നാളിൽ നടക്കുന്നു. ബോണസും അഡ്വാൻസുമൊക്കെ കിട്ടിയതോടെ ഗൃഹോപകരണ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ പൂരത്തിരക്കാണ്. ഒന്നാം ഓണം എന്ന നിലയിലും ഉത്രാടം നാളിന് സവിശേഷ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്രാടം നാളിൽ പല വീടുകളിലും ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. ബന്ധുക്കൾ എത്തിച്ചേരുകയും വീടുകൾ വൃത്തിയാക്കി അലങ്കരിക്കുകയും പൂക്കളം ഒരുക്കുകയും ഓണസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യും. ഉത്രാടപ്പാച്ചിൽ എന്നത് വെറും വിപണിയിലെ തിരക്കിന്റെ പേരല്ല. ഓണത്തെ വരവേൽക്കാനുള്ള മലയാളിയുടെ കൂട്ടായ ആവേശത്തിന്റെയും അവസാനവട്ട ഒരുക്കങ്ങളുടെയും പ്രതീകമാണ്. തിരക്കിനിടയിലും കുടുംബത്തിനും ബന്ധങ്ങൾക്കും ആഘോഷത്തിനും പ്രാധാന്യം നൽകുന്ന മലയാളിയുടെ ഓണ സംസ്കാരത്തിന്റെ മനോഹരമായൊരു കാഴ്ചയാണ് ഉത്രാടപ്പാച്ചിൽ. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവർ ചേർന്നൊരുക്കുന്ന ഓണാഘോഷത്തിന് ഇന്ന് വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമാകും. നായ്ക്കനാലിന് സമീപമുള്ള വേദിയിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ശേഷം മെഗാ ഷോ അരങ്ങേറും. നാളെ വൈകിട്ട് വിശ്വപ്രസാദിന്റെ വയലിൻ നാദവിസ്മയം, 27 സംഗീത നൃത്ത വിരുന്ന്, 28 നൃത്ത സംഗീത നിശ എന്നീ പരിപാടികൾ നടക്കും. 29 പുലിക്കളിയോടെ ആഘോഷങ്ങൾ സമാപിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി തെക്കുംപറമ്പത്ത് മനയിൽ നാരായണൻ നമ്പൂതിരി ആദ്യ കുല സമർപ്പിച്ചു. തുടർന്ന് കീഴ്ശാന്തിമാരായ കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി, കീഴേടം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. മന്ത്രി K മുരളീധരൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, MU ഷിനിജ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ S ഹരിഗോപാൽ തുടങ്ങിയവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. നൂറുകണക്കിന് ഭക്തരും കാഴ്ചക്കുല സമർപ്പണത്തിനെത്തിയിരുന്നു. ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമൻ ഉപയോഗിക്കും. ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകും. ബാക്കിയുള്ള കുലകൾ ഭക്തർക്ക് ലേലം ചെയ്തു. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും നടന്നു. പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പട്ടമാളി NN നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അരിയളക്കൽ നടന്നു. തുടർന്ന് പെരുവാരം സന്തോഷ് മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരമേളത്തിന്റെ ഗംഭരയോടെ ഉത്രാട കാഴ്ചയുടെ കുല സമർപ്പണം ആരംഭിച്ചു.
മേൽശാന്തി പച്ചാമ്പള്ളി രമേശൻ നമ്പൂതിരി ഭഗവതിക്ക് പൂത്തിരി നിവേദിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉണർത്തി മദ്രസകളുടെയും മഹല്ലുകളുടെയും പ്രാദേശിക കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ റാലികളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചു. ദഫ്മുട്ടടക്കം വിവിധ പരിപാടികളോടെയാണ് നബിദിനാഘോഷ പരിപാടികൾ നടന്നത്. തൃശൂർ നഗരത്തിൽ വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ നടന്നു. മുസ്ലിം ജമാഅത്ത് കൊക്കാലയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നബിദിന റാലി നടന്നു. ഒളരിക്കര യാസിം ജുമാ മസ്ജിദ് മഹൽ മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. കൌൺസിലർ സാജൻ സി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. മന്ത്രി ഒ ജെ ജനീഷ് നബിദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹല്ല് പ്രസിഡന്റ് എൻ എ റഫീഖ്, സെക്രട്ടറി വി എ ഇബ്രാഹിം, ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദവി, ഖതീബ് അബ്ദുൾ അസീസ് നിഖാമി എന്നിവർ നേതൃത്വം നൽകി. നബിദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് മേഖലയിൽ വിവിധ പള്ളികളിൽ ആഘോഷ പരിപാടികൾ നടന്നു. മഴ മൂലം മിക്കയിടങ്ങളിലും നബിദിന റാലി മാറ്റിവെച്ചു. പള്ളികളിൽ സുബഹി നമസ്കാര ശേഷം മൗലൂദ് പാരായണം നടന്നു. ചാവക്കാട് മണത്തല ദാറത്തലീം അറബി ഉറുദു ഹയർ സെക്കൻഡറി മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. മണത്തല ദാറുത്ത മദ്രസയിൽ മണത്തല മഹല്ല് ജോയിന്റ് വൈസ് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് അലി ഹാജി, മഹല്ല് സെക്രട്ടറി ഷാനവാസ്, സദർ ഉസ്താദ് സമദ് ഫൈസി എന്നിവർ പതാക ഉയർത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഘോഷയാത്രയുണ്ടായില്ല. മദ്രസ അങ്കണത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സിനു ശേഷം പ്രധാന ആകർഷകമായ ദഫും സംഘടിപ്പിച്ചു. പ്രവാചക പ്രകീർത്തന സദസ്സിൽ മണത്തല മുദ്രിസ് ലത്തീഫ് ദാരിമി അൽ ഹൈതമി മദ് റസൂൽ പ്രഭാഷണം നടത്തി. ദുവാ നേതൃത്വം മണത്തല ഖതീബ് സയ്യിദ് ബാദുഷ തങ്ങളും നടത്തി. മണത്തല അസിസ്റ്റന്റ് മുദ്രീസ് മുസ്തഫ ഫൈസി ദേശമംഗലമടക്കം നിരവധി ഉസ്താദുമാരും നിരവധി രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിന്റെയും നജ്മുൽ ഹുദ മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് പി വൈ അബൂസലി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് എസ് എം സേഖ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് റാലി നടന്നു. ദഫ് സ്കൌട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. സെക്രട്ടറി പി വി സുലൈമാൻ, ഇബ്രാഹിം പഴവൂർ, എൻ എ റസാഖ്, കെ കെ സിയാദ്, കെ യു കബീർ, എൻ കെ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. നബിദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് സിദ്ദിഖ് ജുമാ മസ്ജിദ് മദ്രസ അങ്കണത്തിൽ വൈസ് പ്രസിഡന്റ് സി എം ആമീർ പതാക ഉയർത്തി. ദുവാ നേതൃത്വം ഉസ്താദ് നടത്തി. തുടർന്ന് നബിദിന റാലിയും ഉണ്ടായിരുന്നു. വെള്ളിക്കുളങ്ങര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മസ്ജിദ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ജംഗ്ഷനിലെത്തി തിരികെ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. മുഹമ്മദ് അനീസ് നിസാമി, മുസ്തഫ ഫൈസി, മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് അരീപുറം, സെക്രട്ടറി കളത്തിങ്കൽ സിദ്ദിഖ്, അബ്ദുസലാം പിച്ചത്തറ, സിദ്ദിഖ് കളിപ്പറമ്പിൽ, റഷീദ് ഏറത്ത് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു. മൗലിദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ആൻഡ് മസ്ജിദിൽ മഹല്ല് ഖത്തീബ് കെ പി അബൂബക്കർ സയ്യിദി പതാക ഉയർത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് അവതരണവും നടന്നു. കാക്കാത്തിരുത്തി ബദർപള്ളി ഇസ്ലത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹല്ല് വൈസ് പ്രസിഡന്റ് ബിലാൽ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് സജീർ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. ചളിങ്ങാട് സെന്റർ മുനീറുൽ ഇസ്ലാം മഹല്ല് ജുമാ മസ്ജിദിന്റെയും ഇഖ്വത്തുൽ ഇസ്ലാം മസ്ജിദിന്റെയും ആഭിമുഖ്യത്തിൽ നബിദിന പരിപാടികൾ നടന്നു. പുത്തൻപള്ളി മഹല്ല് ദാറുൽ ഉലൂം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി പ്രാർത്ഥന നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ പലചരക്ക് കടയിൽ മോഷണം. 1500 രൂപയും പലചരക്ക് പച്ചക്കറി സാധനങ്ങളും നഷ്ടപ്പെട്ടു. മുൻ നഗരസഭാ കൌൺസിലർ സന്ധ്യ അനൂപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കടയുടെ ഇരുമ്പ് ഗ്രില്ലിന്റെ നെറ്റ് അടർത്തി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലത്ത് 8 മണിയായപ്പോൾ കട തുറക്കാൻ വന്നപ്പോഴാണ് നമ്മളെ വാതിലിൻ്റെ ഗ്രില്ല് പൊക്കിയും കഴിഞ്ഞിട്ട് കള്ളം കയറിയെന്ന് തോന്നിയത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോർ തുറക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ലോക്കൊക്കെ അടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ നാട്ടുകാരും എല്ലാവരും കൂടി ഞങ്ങൾ ചേർന്ന് തുറന്നകത്തേക്ക് വന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. മിഠായി,
പിന്നെ സോപ്പ്, വെളിച്ചെണ്ണ, ഫിനോയിൽ, സവാള, ഉള്ളി, മുട്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പൈസയും ഉണ്ടായിരുന്നു നമ്മുടെ, അതും അവർ ആ പാത്രത്തോടു കൂടി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. തൃശൂർ വിയൂരിൽ ഫ്ളാറ്റിനോട് ചേർന്ന കിണർ ഇടിഞ്ഞ് സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. വിയൂർ സ്വദേശി ശാന്തകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 സ്കൂട്ടറുകളാണ് 25 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത്. വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PO വർഗീസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കിണറ്റിൽ വീണ സ്കൂട്ടറുകൾ പുറത്തെടുത്തു. ദേശീയപാത നന്ദിക്കരയിൽ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ പിക്കപ്പ് വാനിൽ ആംബുലൻസ് ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് മരുന്നുകൾ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന ആംബുലൻസ് പിക്കപ്പിന്റെ പിറകിലിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. റോഡിലേക്ക് മറിഞ്ഞു കിടന്ന വാഹനം ക്രെയിൻ എത്തിച്ചാണ് നീക്കിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തൃശൂരിന് പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി S ഹരിഗോപാൽ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങിയത്. ദേവസ്വം കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ചേംബറിലായിരുന്നു ചടങ്ങ്. ദേവസ്വം സ്ഥിര നിക്ഷേപ രജിസ്റ്റർ, സ്വർണം വെള്ളി സ്റ്റോക്ക് രജിസ്റ്റർ, ഡബിൾ ലോക്കർ രജിസ്റ്റർ എന്നിവയിൽ ഒപ്പ് രേഖപ്പെടുത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. ക്ഷേത്രത്തിനകത്തെ ലോക്കറുകളുടെയും മുഴുവൻ ഭണ്ഡാരങ്ങളുടെയും താക്കോൽക്കൂട്ടം കളക്ടർ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് ഹരിഗോപാൽ. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, MU ഷിനിജ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ K ഗീത, പ്രമോദ് കളരിക്കൽ, M രാധ, KS മായാദേവി, PRO വിമൽ G നാഥ്, അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ നെടുപുഴ കസ്തൂർബ ഭവനിലെ അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഓണക്കോടി വിതരണം നിർവഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, IP പോൾ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, KM സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റ് S അജി, K ഗോപാലകൃഷ്ണൻ, സന്തോഷ് കോലഴി എന്നിവർ സംസാരിച്ചു. ഇടവേള. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikkulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
Kalpaka Weddings, where traditions become timeless. Kundankulam. Wishing you all a happy Onam by Kalpaka Weddings. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. പച്ചക്കറി കട കത്തി നശിച്ചതിൽ നിന്ന് വീണ്ടെടുക്കും മുൻപേ പോളി മേനാച്ചേരി ഓണത്തിന് സൗജന്യ ഓണക്കിറ്റ് നൽകി. 300ഓളം പേർക്കാണ് കിറ്റുകൾ നൽകിയത്. 3 ദിവസം മുൻപ് കുഴൂർ വിളക്കുംകാലിൽ പോളിയുടെ പച്ചക്കറിക്കട പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായത്. ഉത്രാടമായതോടെ എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കി കട നിറച്ചുവെങ്കിലും രാവിലെ തന്നെ സൗജന്യ കിറ്റ് വിതരണം നടത്തി തട്ടുകൾ കാലിയാക്കി. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. നാടെങ്ങും ഓണാഘോഷം കൊട്ടിക്കയറുമ്പോൾ ആഘോഷത്തിന്റെ ആരവങ്ങളിൽ TCV കുടുംബവും പങ്കുചേർന്നു. പൂക്കളമിട്ടായിരുന്നു ഓണാഘോഷത്തിന് തുടക്കം. തുടർന്ന് ആഘോഷ നിമിഷങ്ങളുടെ വരവായി. TCV സാരഥികളായ PM നാസർ, AG സുബ്രഹ്മണ്യൻ, MP തോമസ്, സന്തോഷ് എന്നിവർ ഓണാശംസകൾ നേർന്നു. എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ഓണാശംസകൾ നേർന്നു. നമ്മുടെ മുമ്പ് എല്ലാ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണം ആശംസ പറഞ്ഞു. എന്റെ TCV കുടുംബത്തോടൊപ്പമുള്ള ആദ്യമായിട്ടുള്ള ഓണമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചതിന് എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ജീവനക്കാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCVയുടെ ഫൺ വിത്ത് മാവേലി എന്ന പരിപാടിയിലെ മാവേലിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. തുടർന്ന് ഓണക്കളികളും പാട്ടും നൃത്തവുമായി മറ്റൊരു ഓണത്തെ കൂടി TCV കുടുംബം വരവേറ്റു. TCV, തൃശൂർ. ഓണത്തിന് മാവേലിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി പൂക്കളങ്ങളിൽ തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് പ്രധാനമാണ്. ഐതിഹ്യവും ആചാരവും വിശ്വാസവും ഒത്തുചേരുന്നതാണ് തൃക്കാക്കരയപ്പന്റെ പ്രാധാന്യം. ഭദ്രതയാർന്ന ഓണാനുഭവത്തിന്റെ പ്രതീകം കൂടിയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. പാടൂർ അലീമുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. മൗലിദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് NP അലിമോൻ പതാക ഉയർത്തി. പൊതുസമ്മേളനത്തിൽ മഹല്ല് ട്രഷറർ ഫിറോസ് ഖാനടിയിൽ അധ്യക്ഷത വഹിച്ചു.
ഉത്രാടനാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഭക്തരുടെ മനം കവർന്ന് കാളിയിനുമേൽ ശംഖുചക്ര ഗദാധാരിയായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മനോഹര പൂക്കളം. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ചൊരുക്കിയ പൂക്കളത്തിൽ കാളിയ മർദ്ദനത്തിന്റെ ദൃശ്യമാണ് മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 12 അടി വലിപ്പത്തിലൊരുക്കിയ പൂക്കളത്തിൽ ശംഖും ചക്രവും ഗദയും ധരിച്ച കൃഷ്ണന്റെ രൂപമാണ് പ്രധാന ആകർഷണം. കേരള പ്രവാസി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാം വർഷവും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രവാസികളായ KPA സുഹൃത്തുക്കൾ ചേർന്നാണ് ജില്ലയിലെ അർഹരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകിയത്. പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറി രജിത് കുമാർ, ട്രഷറർ ബിജി ബാലൻ, മീഡിയ കൺവീനർ വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. MA യൂസഫ് അലിയുടെ സഹായത്തോടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി, ആശ്രയ, അഗതി, ഹരിത കർമ്മസേന, അങ്കനവാടി, ആശ, കുടുംബശ്രീ, CDS എന്നിവയിലെ കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സിദ്ദിഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ് എന്നിവർ സംസാരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K. മാൻറ്റോ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, അതിരൂപത KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമാവ്, ഫൊറോന ഡയറക്ടർ ഫാദർ ജോബി പുത്തൂർ, അതിരൂപത പ്രസിഡന്റ് മോളി ജോബി, സെക്രട്ടറി ബേബി വാഴക്കാല എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചൈതന്യ ബിജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ്, BPCTM റസിയ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ AS വിനയ എന്നിവരും സംസാരിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തൊഴിൽ നിഷേധിച്ച മനു കണ്ടരശ്ശേരിക്ക് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ധനസഹായം നൽകി. യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച തുകയാണ് മനുവിന് സഹായമായി കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് MG വിവേക്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ, മെമ്പർമാരായ സണ്ണി വടക്കൻ, ഷൈനി ഫ്രാൻസിസ്, PR മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ അരുവാത്തൊട്ടിൽ, ജോസ് മണി ഒലക്കെങ്കിൽ, സേവി പുളിക്കൻ തുടങ്ങിയവരും മനുവിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കുന്നംകുളം ജവഹർ സ്ക്വയറിൽ സംഘടിപ്പിച്ച സൌഹൃദ വടംവലി മത്സരത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷനും നഗരസഭാ കുടുംബശ്രീ യൂണിറ്റും ചാമ്പ്യന്മാരായി. ചേംബർ യൂത്ത് വിംഗ് 2ാം സ്ഥാനം നേടി. കുന്നംകുളം നഗരസഭ, സീനിയർ എഡിറ്റേഴ്സ് ഫോറം, ചേംബർ യൂത്ത് വിംഗ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരമൊരുക്കിയത്. വനിതാ വിഭാഗം മത്സരത്തിൽ നഗരസഭാ വനിതാ കൌൺസിലർമാരുടെ ടീമിനെ പരാജയപ്പെടുത്തി നഗരസഭാ കുടുംബശ്രീ യൂണിറ്റ് ജേതാക്കളായി. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതിയുടെ നാമധേയത്തിൽ നൽകിവരുന്ന 15ാമത് ശ്രീഭദ്ര പുരസ്കാരം സോപാന സംഗീത കലാകാരി ആശ സുരേഷിന് സമ്മാനിച്ചു. 5001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാര വിതരണം ആധ്യാത്മിക പ്രഭാഷകൻ പ്രസാദ് പുളിക്കൽ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് BT വിജയൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, കരിക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്കർ വാഫി കയറാടി, കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ്, ക്ഷേത്രം സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് ബാബു, ക്ഷേത്രം മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് തയ്യാറാക്കിയ ഓണക്കിറ്റുകൾ ചാഴൂർ പഞ്ചായത്തിലെ മാനസ ഗ്രാമത്തിലേക്ക് കൈമാറി. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TV രതീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് നൈസൻ പൌലോസ്, NSS പ്രോഗ്രാം ഓഫീസർ EA ഷൈനി എന്നിവർ സംസാരിച്ചു.
കേരള പോലീസിന്റെ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടത്തി. സബ് ഇൻസ്പെക്ടർ സാന്റോ തട്ടിലാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിബിൻ മൈക്കിൾ, പ്രിൻസിപ്പാൾ സ്മിത P. ജോസ്, പഞ്ചായത്ത് അംഗം CL ജോബി, പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൊക്കാല ഡിവിഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, ഡിവിഷൻ കൌൺസിലർ വിൻഷി അരുൺകുമാർ, കൌൺസിലർമാരായ രഘുനാഥ് C. മേനോൻ, കൃഷ്ണമോഹൻ, അഡ്വക്കേറ്റ് രേഷ്മ എന്നിവർ പങ്കെടുത്തു. ആരൂരുമില്ലാത്തവർക്കും കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും ഓണത്തിന് കൈത്താങ്ങായി അന്തിക്കാട് പോലീസ്. SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിലെ PS സജു, K. രാമചന്ദ്രൻ, P. മണികണ്ഠൻ, V. പ്രതീഷ്, K. കൃപേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് 30ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പൊതുപ്രവർത്തകരായ സോണി ജോസ് കടങ്ങോട്ട്, ജെൻസൺ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,010 രൂപ, പവന് 1,20,80 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്രാടപ്പാച്ചിൽ തകൃതി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിപണികളിൽ വൻ തിരക്ക്. ഉത്രാടത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. മദ്രസകളുടെയും മഹല്ലുകളുടെയും നേതൃത്വത്തിൽ നാടെങ്ങും മിലാദ് ഘോഷയാത്രകൾ നടന്നു. തൃശൂർ വിയൂരിൽ കിണറിടിഞ്ഞ സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. ഫ്ളാറ്റിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ പലചരക്ക് കടയിൽ മോഷണം. പണവും പലചരക്ക് പച്ചക്കറി സാധനങ്ങളും നഷ്ടപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.